നന്ദി കെട്ടവനെ, നിൻ്റെ അമ്മയ്ക്ക് 20,000 രൂപയുടെ സാരി, നിൻ്റെ ഭാര്യയ്ക്ക് 2 ലക്ഷം രൂപയുടെ നെക്ലസ് അല്ലേ? എന്നിട്ട് നിനക്ക് 51,000 രൂപയുടെ വാച്ച്, എന്നിട്ട് പാവം കഷ്ടപ്പെട്ട് നിന്നെ വളർത്തി വലുതാക്കി 7 ഡിഗ്രി എടുക്കാൻ സഹായിച്ച നിൻ്റെ അച്ഛന് കുളിക്കാനുള്ളൊരു തോർത്ത്. ഇത്രയും നാണം കെട്ടവനാണോടാ നീ? ഇത്രയും നന്ദിയില്ലാത്തവനാണോടാ നീ? നിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? വേണ്ട സച്ചി, അവനെ ഒന്നും പറയണ്ട. കാരണം അവൻ ഇതെങ്കിലും എനിക്ക് മേടിച്ചു തന്നല്ലോ. ഇതിൻ്റെ വില ഞാൻ ചോദിക്കുന്നില്ല സച്ചി, ആരോടും ഞാൻ ചോദിക്കുന്നില്ല, അവനോടും ചോദിക്കുന്നില്ല. കാരണം കീറിയ ഷർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കീറിയ ഷർട്ട് തുന്നി പിടിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി തന്ന ആളാണ് ഞാൻ. എനിക്ക് കൂടുതലൊന്നും ആഗ്രഹിക്കാനുള്ള വകയില്ല. കാരണം ഞാനൊരു പാവം ബസ് ഡ്രൈവറായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, ഇവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വയറിങ്ങനെ കാളും, എൻ്റെ വയറിങ്ങനെ പേടിച്ച് കാളും. കാരണം എന്താണെന്നറിയോ? ഭക്ഷണത്തിന് കണ്ടിട്ടല്ല, ആ ഭക്ഷണം ഞാൻ പൈസ കൊടുത്ത് മേടിച്ചാൽ ഇവന് പഠിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട്. അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളെ വളർത്തിയിലേക്കത്. എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല സച്ചി. അതുകൊണ്ട് ഇവൻ ഇത് തന്നത് എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല. കാരണം ഞാൻ അത്രയും ഇല്ലായ്മയിൽ നിന്ന് വളർന്നവനാണ്. കൂട്ടുകാരെ, ഇതാരുടെ വാക്കുകളാണെന്നറിയോ? 7 ഡിഗ്രി എടുക്കാൻ മകനെ സഹായിച്ച ഒരു പാവം, ഒരു നിസ്സഹായനായ ഒരു അച്ഛൻ്റെ വാക്കുകളാണ്. ഇന്നത്തെ ചെമ്പനീർ പൂവ് കേട്ടോ. ഇന്നലത്തെ കഥ പറയാൻ എനിക്ക് പറ്റിയില്ല, സോറി. എനിക്ക് ഇന്നലെ വിരുന്നുകാരായിരുന്നു, അപ്പോൾ എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ ഇങ്ങനെയാണ്. സച്ചിക്ക് രേവതിക്കും കപ്പിൾസ് അവാർഡൊക്കെ കിട്ടി, അവർക്ക് ചെക്കൊക്കെ കിട്ടിയല്ലോ. അതിൻ്റെ കുശുമ്പിലാണ് ശ്രുതിയും സുധിയും ചന്ദ്രമതിയും. അതിൻ്റെ സന്തോഷത്തിലാണ് രേവതിയും സച്ചിയും രവീന്ദ്രനും. വർഷയും ശ്രീകാന്തും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ വർഷയും ശ്രീകാന്തും പറയുന്നുണ്ട് അവർക്ക് കപ്പ് കിട്ടാഞ്ഞത് അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ശരിയല്ലാണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, നിന്നോട് ആരാ 3 കുട്ടികൾ വേണമെന്ന് അവിടെ വെച്ചിട്ട് പറയാൻ പറഞ്ഞാൽ? നിന്നോട് ഞാൻ പറഞ്ഞല്ലോ ശ്രീകാന്ത്, എനിക്ക് പറ്റില്ല, എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, പക്ഷേ ഇനി ഇതിൻ്റെ പേരിൽ നമ്മൾ തല്ലുകൂടണ്ട. നിനക്ക് കുട്ടികൾ വേണ്ടെങ്കിൽ വേണ്ട, എനിക്കും കുട്ടികൾ വേണ്ട, ഞാൻ ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് നിന്നെ ശല്യപ്പെടുത്തില്ല എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത്. അപ്പോൾ വർഷ പറയും, എനിക്ക് കുട്ടികൾ വേണ്ട നീയാണോ തീരുമാനിക്കുന്നത്? നീയല്ലല്ലോ, അത് എൻ്റെ തീരുമാനമാണ് പറയുമ്പോൾ അപ്പോൾ ശ്രീകാന്തിന് വർഷേനെ എന്ത് ചെയ്യണം, വർഷയോട് എന്ത് സംസാരിക്കണം എന്നൊരു പിടുത്തം കിട്ടാതിരിക്കുകയാണ്. കാരണം വർഷ മേപ്പെട്ട് കഴിഞ്ഞാലും പ്രശ്നം, കീഴ്പ്പെട്ട് കഴിഞ്ഞാലും പ്രശ്നം. അപ്പോൾ ശ്രീകാന്ത് തൊഴുതിട്ട് മതിയാക്കി എന്നുള്ള ഭാവത്തിൽ അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞു രേവതിയും സച്ചിയും കൂടി കിടക്കാൻ വേണ്ടിയിട്ട് ഹോളിലേക്ക് വരികയാണ്. അവർക്ക് എപ്പോഴും പുറന്തട്ടാണല്ലോ, ഹാൾ അല്ലെങ്കിൽ ടെറസ് ഇതാണല്ലോ അവരുടെ കിടപ്പ് സ്ഥലം. കിടക്കാൻ വേണ്ടി വരുമ്പോൾ സച്ചി നല്ലൊരു പാട്ടൊക്കെ പാടുമ്പോൾ രേവതിക്ക് എന്താ സച്ചിയായിട്ടെന്ത് പാടുകയാണല്ലോ എന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് രേവതി. കാരണം നിന്നെപ്പറ്റി ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളാം. നീ എൻ്റെ അത്രയും സപ്പോർട്ടീവായിട്ടുള്ള വൈഫാണ്. നീയാണ് എന്നെ ഇത്രയും ആക്കിയത്, എന്നെ ഞാനാക്കിയത് നീയാണ്. മതി പൊക്കി പറഞ്ഞതെന്ന് പറയുമ്പോൾ സച്ചി രേവതിയുടെ കൈ പിടിച്ചിട്ട് ഒരു പ്രണയഗാനൊക്കെ ഇങ്ങനെ പാടുന്ന സമയത്ത് രേവതി പറയും, എൻ്റെ സച്ചിയേട്ടാ, ഇത് നമ്മുടെ റൂമല്ല, ഇത് നമ്മൾ ഹോളിലാണ്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് പറയുമ്പോൾ നമുക്കിനി റൂമൊക്കെ കയറ്റിയിട്ട് നമുക്കിതൊക്കെ പാട്ടുപാടും ഡാൻസ് കളിക്കും ഒക്കെ വേണം രേവതി, നമുക്ക് സന്തോഷം പങ്കിടണം. എന്തായാലും നമ്മൾ റൂം കെട്ടാൻ തന്നെ തീരുമാനിച്ചു. അതേ സച്ചേട്ടാ, എത്രയും പെട്ടെന്ന് നമുക്ക് മുറി പണിയണം, എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ എന്നൊക്കെ പറയാണ് രേവതി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാതിരാവായ നേരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പാടുകയാണ് സച്ചി. ആ സമയത്ത് കോണിയിൽ വന്നിട്ട് ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? നമ്മുടെ കുശുംബിയായി ചന്ദ്രമതി സച്ചി രേവതിയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ സച്ചി ഇങ്ങനെ പെട്ടെന്ന് തല മോളിക്ക് പൊക്കും, രേവതി പൊക്കുമ്പോഴാണ് ചന്ദ്രമതി കാണും. അപ്പോൾ രേവതി, സച്ചിയേട്ടാ ഒന്നും മിണ്ടാതിരിക്കുക, അമ്മ വന്ന് നിൽക്കണമെന്ന് പറയാണ്. അപ്പം സച്ചി വീണ്ടും ചന്ദ്രയെ കളിയാക്കിയിട്ടുള്ള പാരഡി പാട്ട് പാടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ റൂം പണിയാണ്, അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ സച്ചി പറയണം, എത്രയും പെട്ടെന്ന് നമുക്ക് റൂം തുടങ്ങി വെക്കണം രേവതി, നമുക്ക് റൂമിൻ്റെ പണി തുടങ്ങി വെക്കണം പറയുമ്പോൾ രേവതി പറയണം, ഇല്ല സച്ചേട്ടാ, നമ്മളങ്ങനെ 1 ലക്ഷം രൂപയും കൊണ്ടായി എന്ത് ചെയ്യാനാ? ഒരു 6-7 ലക്ഷം രൂപയെങ്കിലും വേണം അത്യാവശ്യം നമുക്ക് റൂം പണിയാൻ. നമുക്ക് എന്തായാലും ഈ പൈസ ബാങ്കിലിട്ടിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പൈസ സംഘടിപ്പിച്ചിട്ട് നമുക്ക് റൂമിൻ്റെ പണി തുടങ്ങാം. എന്തായാലും ഫുള്ള് പൈസയും കയ്യിലായിട്ട് നമുക്ക് റൂമിൻ്റെ പണി തുടങ്ങിയാൽ മതി പറയണം. അതാണല്ലേ നല്ലത് രേവതി, നീ പറഞ്ഞത് കറക്റ്റാണ്, നമുക്ക് എന്തായാലും ഫുള്ള് പൈസ കയ്യിൽ വന്നിട്ട് റൂമിൻ്റെ പണി തുടങ്ങിയാൽ മതി എന്ന് പറയണം. അങ്ങനെ അവർ ഫുള്ള് പൈസ എമൗണ്ട് ആയിട്ട് റൂമിൻ്റെ പണി തുടങ്ങാം എന്നുള്ള പ്ലാനിങ്ങിലെത്താണ്. അത് കഴിഞ്ഞിട്ട് സച്ചി പറയും, വാ രേവതി കിടക്കാമെന്ന് പറഞ്ഞിട്ട് രേവതിനെ പിടിച്ച് സച്ചി കിടത്തി രേവതിയുടെ കൈയൊക്കെ പുറത്ത് പിടിച്ച് കിടക്കുമ്പോൾ പറയും, മോള് സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ രേവതി എന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹത്തോടു കൂടി പറയാണ് കേട്ടോ സച്ചി. അപ്പോൾ രേവതി പറയണം, എനിക്ക് ഉറക്കം വരില്ല സച്ചിയേട്ടാ, എനിക്ക് എന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു മുറിയാവണോ അവിടെ എനിക്ക് മനസ്സ് നിറഞ്ഞ് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയണം. സത്യം പറഞ്ഞ ഒരു നിസ്സഹായിയായ ഒരു ഹസ്ബൻഡും വൈഫ്, അവർ വളരെ പ്രായമുള്ള ഹസ്ബൻഡും വൈഫൊന്നല്ല, അവർ ചെറുപ്പമാണ്, കല്യാണം കഴിഞ്ഞ് 1 വർഷം ആയിട്ടുള്ളൂ, അവർ യുവമിഥുനങ്ങളാണ്, ഹണിമൂൺ ആഘോഷിക്കേണ്ട ദമ്പതികളാണ്. പക്ഷേ എന്ത് ചെയ്യാം, അവരുടെ ഒരു
നിസ്സഹായത. അവർ സാക്രിഫൈസ് ചെയ്യാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം കൂടപ്പറപ്പുകൾക്ക് വേണ്ടി, സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടി അവരെല്ലാം വിട്ടുകൊടുത്ത് അവർ സാക്രിഫൈസ് ചെയ്തേക്കണ ഭാര്യ ഭർത്താക്കന്മാരാണ്. അങ്ങനെ അവർ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജെൻറ്റിൽമാൻ, നമ്മുടെ ബിസിനസ് മാഗ്നറ്റ് സുധീനെയാണ്. ശ്രുതി കയറി വരികയാണ്. കാറ് നിർത്തിയിട്ട് ശ്രുതി വിളിച്ചിട്ട് അലറി വിളിച്ചിട്ടാണ് ശ്രുതി കയറി വരുന്നത്. കയറി വരുമ്പോൾ എല്ലാവരും ചോദിക്കണ്ട എന്താന്ന് ചോദിക്കുമ്പോൾ അമ്മേ ശ്രുതി എവിടെ ചോദിക്കുമ്പോൾ ശ്രുതി ഇവിടെ ഉണ്ട് പറയാം. അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ കുറേ കവറുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിനെ കാണുമ്പോൾ ശ്രുതി ഇങ്ങോട്ട് വാ, എന്താ ഞാൻ വാങ്ങിയേക്കണം നോക്കിയേ പറയുമ്പോൾ ശ്രുതി കവറുകളൊക്കെ കാണുമ്പോൾ സന്തോഷത്തോട് വിട്ട് അയ്യോ ശ്രുതി നീ ഷോപ്പിങ്ങിന് പോയോ? പോകുമ്പോൾ ഒരു വാക്ക് എന്നോട് പറയണ്ടേ, ഞാൻ വരില്ലേ നിൻ്റെ കൂടെ എന്ന് ചോദിക്കുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി പറയണേ നിന്നെ കൊണ്ടുപോയി ഇതിൻ്റെ സസ്പെൻസ് പോവില്ലേ ശ്രുതി, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി മേടിച്ചതാന്ന് പറയണം. അപ്പോൾ സച്ചി രേവതിയൊക്കെ ആകെ അന്തം വിടുകയാണ്. കാരണം ഇത്രയും പൈസ പിന്നെ എവിടുന്ന ഷോപ്പിംഗ് ഒക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അവർ ചോദിക്കണമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും അവിടെ വന്നു. ചന്ദ്ര വന്നു, ആ മോനെ നീ ഷോപ്പിംഗ് ഒക്കെ നടത്തിയോ? നടത്തി അമ്മേ, ഞാനേ വളർന്നു വരുന്നൊരു ബിസിനസ് മാഗ്നറ്റാണ്, അല്ലാണ്ട് ഞാനൊരു കാർ ഡ്രൈവറോ അല്ലെങ്കിൽ പൂക്കച്ചവടം നടത്തുന്ന ആളോ അല്ല. ഞാൻ നാളെ ഇന്ത്യയിലൊട്ടാകെ എനിക്ക് ഇഷ്ടം പോലെ ബ്രാഞ്ചസ് വരാമേ, ഞാൻ അത്രയും ഒരു ബിസിനസ് മാനാണ്, എൻ്റെ മൈൻഡ് അങ്ങനെയാണ്, എൻ്റെ ബ്രെയിൻ അങ്ങനെയാണെന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്രമതി പറയാം, ശരിയാടാ, ഇവിടെ ഓരോരുത്തരുടെ മനക്കോട്ട കെട്ടി കിടക്കുന്നുണ്ട് മുകളിലൊരു മുറി കെട്ടാന്നൊക്കെ. എനിക്ക് തോന്നുന്നു മുകളിലൊരു മുറി കെട്ടാൻ പോയിട്ട് ഇവർക്ക് മുറി എന്നുള്ളൊരു ബോർഡ് പോലും തൂക്കാൻ പറ്റും തോന്നുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സച്ചി രേവതിയും പറയും, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ മുറി കെട്ടുമെന്ന് വെച്ചാൽ ഞങ്ങൾ മുറി കെട്ടി തന്നെ ഇരിക്കും പറയും. അപ്പോൾ രേവതി പറയണേ, എൻ്റെ ശബ്ദം മുറി കെട്ടാന്നുള്ളതാണെങ്കിൽ ആ മുറി ഞങ്ങൾ കെട്ടിയിരിക്കും, ഞങ്ങൾ അതിൽ താമസമായിരിക്കും, അതിൽ ഒരാളും പിന്തിരിഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇത് ഞങ്ങളുടെ വാക്കാണെങ്കിൽ ഞങ്ങളത് ചെയ്തിരിക്കും പറഞ്ഞിട്ട് രേവതി സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് സച്ചിയോടൊപ്പം. അങ്ങനെ ശ്രുതിനെ വിളിച്ച് നോക്ക്, നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, എന്താ നിനക്ക് കാണണ്ടേ, നിനക്കൊരു സർപ്രൈസാ ശ്രുതി, ഇത് കണ്ടാൽ നീ ശരിക്കും അമ്പരന്ന് പോകും എന്നൊക്കെ പറയാണ്. അമ്പരന്ന് പറയുമ്പോൾ എന്താ ശ്രുതി എന്താ കൊണ്ടുവന്നേക്കണമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി മെല്ലെ എല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയിട്ട് തെറ്റിപ്പോയി, മുൾമുനയിൽ നിർത്തിയിട്ട് വേഗം ബാഗ് തുറന്നിട്ട് ഒരു ഓർണമെൻറ്റ്സിൻ്റെ പെട്ടി എടുക്കുകയാണ്. ശ്രുതി ഇത് എനിക്കായിട്ട് മേടിച്ചാണ്. അതേ ശ്രുതി, നിനക്കല്ലെങ്കിൽ ഞാൻ വേറെ ആർക്കാ മേടിച്ചു തരാം, നീ ഒരു ബിസിനസ് മാഗ്നറ്റിൻ്റെ വൈഫല്ലേ, അപ്പോൾ നിനക്ക് എന്ത് മേടിച്ചു തന്നാലും എനിക്ക് കൂടുതലല്ല പറഞ്ഞിട്ട് പെട്ടി തുറന്നിട്ട് ജുവൽ ബോക്സിൻ്റെ പെട്ടി തുറന്നിട്ട് ഒരു നെക്ലസ് ശ്രുതിക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ശ്രുതി ഇത് എനിക്കാണോ? അയ്യോ എന്ത് രസം ആൻറ്റി, നോക്കല്ലേ എന്ത് ഭംഗിയല്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്രമതി പറയും, അതെ അല്ലെങ്കിൽ എൻ്റെ മോൻ മിടുക്കനാ, എനിക്ക് സന്തോഷമായിടാ, നീ നിൻ്റെ ഭാര്യനെ മറന്നില്ല, ഭാര്യയ്ക്ക് വേണ്ടി മേടിക്കാൻ തോന്നിയല്ല നിനക്ക്, എനിക്ക് സന്തോഷമായിടാന്നൊക്കെ പറയണം ശ്രുതി. അത് കഴിഞ്ഞിട്ട് ശ്രുതി നെക്ലസ് എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ ആൻറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, സച്ചി പറയും, പാർലറേട്ടെത്തി അതൊന്ന് ശരിക്കും നോക്ക്, അത് റോൾഡ് ഗോൾഡ് ആണോ ഒന്ന് കൊണ്ടുവന്നേക്കത്, നിൻ്റെ കെട്ടിയോനാ റോൾഡ് ഗോൾഡ് കൊണ്ടുവരാൻ മിടുക്കാനാന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും, ഇത് റോൾഡ് ഗോൾഡ് ഒന്നല്ല, ഒറിജിനൽ സ്വർണം തന്നെ, എനിക്കത് ഉറപ്പാണ് പറയും. അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയും, ഇവിടെ ചിലർക്കൊക്കെ അത് കണ്ട് കുശുമ്പും അസൂയും കണ്ണുകടിയൊക്കെ ഉണ്ടാവും ശ്രുതി, നീ അതൊന്നും കാര്യമാക്കണ്ടെന്നൊക്കെ പറയാണ് ചന്ദ്ര. അപ്പോൾ ചന്ദ്ര നെക്ലസ് വാങ്ങി ചന്ദ്രയുടെ സ്വന്തം ശരീരത്തിനോട് ചേർത്ത് വെച്ചിട്ട് പറയണേ, നല്ല ഭംഗിയുണ്ടല്ലേ ശ്രുതി, നല്ല രസമുണ്ടല്ലേ, എനിക്ക് നന്നായി ചേരുന്നുണ്ടല്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ ചന്ദ്രയ്ക്കും ആഗ്രഹമുണ്ട് മനസ്സിൽ എന്നുള്ളതാണ് നമ്മൾ പുറത്ത് കാണുന്നത്. പക്ഷേ സച്ചിക്ക് രേവതിക്കൊക്കെ അത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ആരും അത് പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനെ ചന്ദ്ര ആ നെക്ലസ് നോക്കിയിട്ട് അത് ശ്രുതിയെ തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പറയും, അമ്മ വിഷമിക്കണ്ട, അമ്മയ്ക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. എന്താടാ ചോദിക്കുമ്പോൾ ശ്രുതി കവറ് തുറന്നിട്ട് ഒരു അടിപൊളി ഒരു സാരി എടുത്തിട്ട് ചന്ദ്രമതിക്ക് കൊടുക്കുന്നിട്ട് പറയും, അമ്മേ നോക്കമ്മേ, അമ്മയുടെ മോൻ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാന്ന് പറയുമ്പോൾ, അയ്യോ എന്ത് ഭംഗിയായി സാരി കാണാൻ, നല്ല കളറിടാ മോനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിടാ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിനെ പുകറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സാരി. അപ്പോൾ ശ്രുതി ചോദിക്കുക, ആൻറ്റിക്ക് കളർ ഇഷ്ടമായി മോളെ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി, നല്ല സെലക്ഷനാണ്, അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ സെലക്ഷനൊന്നും തെറ്റാറില്ലല്ലോ, നന്നായിട്ടുണ്ട് ശ്രുതി എന്നൊക്കെ പറയണം. അമ്മയ്ക്ക് ഇതിൻ്റെ വില എന്താണെന്ന് അറിയോ? അപ്പോൾ ചന്ദ്രമതി പറയും, എനിക്ക് ഏകദേശം ഇതിനൊരു 20,000 രൂപ ഉണ്ടാവും. കറക്റ്റ് അമ്മ പറഞ്ഞത് പക്ക കറക്റ്റാണ്, 20,000 രൂപയാണ് ഈ സാരിയുടെ വില എന്ന് പറയണ ശ്രുതി. അപ്പോൾ 20,000 രൂപയോ? അതെ 20,000 രൂപയാണ്. എൻ്റെ അമ്മയ്ക്ക് സാധനം മേടിക്കണേന് ഞാൻ എന്തിനു കുറയ്ക്കണം, അമ്മ ഒരു ബിസിനസ് മാഗ്നറ്റിൻ്റെ അമ്മയല്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതിയുടെ മാലയ്ക്കുള്ള വില 2 ലക്ഷം രൂപയാണെന്ന് ശ്രുതി പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ശ്രുതി ഇതിൻ്റെ വില 2 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തപ്പോൾ സച്ചി ചോദിക്കും, എടാ അമ്മയ്ക്കും ഭാര്യയ്ക്കും നീ കൊടുത്തു, അച്ഛനൊന്നും മേടിച്ചില്ലേ, അച്ഛനെ മറന്നോ ചോദിക്കുമ്പോൾ അച്ഛനെ മറക്കാനാ ഞാൻ, നിങ്ങളെപ്പോലെയല്ല, ഞാൻ എൻ്റെ അച്ഛനെ മറക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സുധി കവറ് തുറന്നിട്ട് അടുത്തെടുക്കുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കുകയാണ്. അതിന് മുൻപ് ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. സുധി പറയും, അമ്മേ എനിക്കൊരു സാധനം മേടിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് കാണണ്ടേ ചോദിച്ചിട്ട് ഒരു വാച്ചിൻ്റെ ബോക്സ് തുറന്നിട്ട് വാച്ച് എടുക്കുകയാണ്. ഹായ്, ഇത് അച്ഛനാണോടാ നീ വാച്ച് മേടിച്ചേക്കണേ, ഇത് അച്ഛനാണല്ലേ ചോദിക്കുമ്പോൾ അച്ഛനൊന്നല്ല, ഇത് എനിക്ക് മേടിച്ചേക്കണത്, ഇതിൻ്റെ വില എന്താണെന്നറിയാം അമ്മയ്ക്ക്, 51,000 രൂപയാണ് ഇതിൻ്റെ വില. 51,000 രൂപയോ? അമ്പോ അടിപൊളിയുണ്ട്. എടാ എൻ്റെ കയ്യിൽ കിടക്കുന്നത് 500 വാച്ചാ, 500 രൂപയുടെ വാച്ചാ. ഈ വാച്ചിലും ആ വാച്ചിലും സമയം ഒന്നും തന്നെയല്ലേ കാണിക്കേണ്ടത്, തെറ്റൊന്നുമില്ലല്ലോ, നീ പിന്നെ എന്തിനാടാ 51,000 രൂപയുടെയൊക്കെ വാച്ച് മേടിച്ചേക്കണേ, അതെന്താ സ്വർണ്ണ വാച്ചാണോ? അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതി പറയും, അല്ല സച്ചേട്ടാ, ചിലപ്പോൾ അതിൽ സ്വർണ്ണത്തിൻ്റെ സൂചിയായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, നിനക്കൊക്കെ എന്തറിയാടാ, നീയൊക്കെ 500ൻ്റെ വാച്ച് കെട്ടി നടക്കാനുള്ള കഴിവേ നിനക്കുള്ളൂ, കാരണം നീ ഒരു ഡ്രൈവറാണ്, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒരു ബിസിനസ് മാഗ്നറ്റാണെന്ന് പറയണ സുധി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അച്ഛനുള്ള കവർ എടുക്കാണല്ലോ, അച്ഛനുള്ള കവർ എടുക്കുമ്പോൾ എല്ലാവരും സച്ചി രേവതിയൊക്കെ സന്തോഷത്തോടെ നോക്കണം, അച്ഛനും മേടിച്ചിട്ടുണ്ടല്ലോ. നോക്കുമ്പോൾ സുധി പറയും, അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ആഗ്രഹമുള്ള, ഏറ്റവും ഉപയോഗത്തിലുള്ളൊരു സാധനമാണ് ഞാൻ മേടിച്ചിട്ട്. സുധി എടുത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയാം, കുളിക്കാനുള്ള ഒരു തോർത്ത്. കൂട്ടുകാരെ, നമ്മളത് കാണുമ്പോൾ നമ്മുടെ നെഞ്ചൊക്കെ വിങ്ങിപ്പോവും കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം ഇത്രയും വളർത്തി കഷ്ടപ്പെട്ട് ബസ്സിൻ്റെ വളയം പിടിച്ച് മക്കളെ വളർത്തി വലുതാക്കി അവർ ഓരോ നിലയെത്തിച്ച അച്ഛന് വിലയില്ലാതെ ഭാര്യയ്ക്ക് മാത്രം വില കൽപ്പിച്ച്, അമ്മയ്ക്ക് വില കൽപ്പിച്ച്, അച്ഛനെ തീരെ തള്ളിക്കളയുന്ന ഒരു മകനെയാണ് നമ്മളവിടെ കാണുന്നത്. ആ തോർത്തെടുത്ത് കൊടുത്തിട്ട് സുധി പറയാണ് രവീന്ദ്രനോട്, അച്ഛാ ഇത് അച്ഛനുള്ളതാണ്, അച്ഛന് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ഉപയോഗത്തിലുള്ള സാധനം, നോക്കച്ചാ എന്ന് പറഞ്ഞിട്ട് ആ തോർത്തുകൊണ്ട് രവീന്ദ്രനെ പുതപ്പിക്കുകയാണ്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവും കേട്ടോ. സച്ചി പറയും, നാണം കെട്ടവനെ, നിൻ്റെ ഭാര്യയ്ക്ക് 2 ലക്ഷം രൂപയുടെ നെക്ലസ്, അമ്മയ്ക്ക് 20,000 രൂപയുടെ സാരി, നിനക്ക് 51,000 രൂപയുടെ വാച്ച്, എന്നിട്ട് നിന്നെ വളർത്തി വലുതാക്കി ഇത്രയും പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ച അച്ഛന് കുളിക്കാനുള്ള തോർത്ത്, നിനക്ക് നന്ദി ഉണ്ടോടാ, നന്ദി, നിന്നെ ഞാൻ പണ്ട് തോർത്തെടുത്ത് വലിച്ചെറിയാൻ തുടങ്ങുന്ന സച്ചിയെ രവീന്ദ്രൻ തടയാണ്, വേണ്ട മോനെ, അച്ഛൻ ഇതിൻ്റെ വില എന്താണെന്ന് ചോദിക്കുന്നില്ല, എന്നാലും ഇതെങ്കിലും അവൻ മേടിച്ച് തന്നല്ലോ. അച്ഛൻ കൂടുതലൊന്നും ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുള്ള ആളല്ല, കാരണം അച്ഛനൊരു ബസ് ഡ്രൈവറാണ്, അച്ഛൻ ഉണ്ണാതെ ഉറങ്ങാതെ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനാണ്. ഞാനൊരു നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാനൊരു നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല, ഞാനൊരു ഷർട്ട് പോലും പുതിയത് വാങ്ങിയിട്ടില്ല, ഞാൻ കീറിയ ഷർട്ട് തുന്നിക്കൂട്ടി ഇടുമ്പോഴേ ഞാൻ എന്താ വിചാരിച്ചേക്കണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ നല്ലത് ധരിക്കട്ടെ, എൻ്റെ ഭാര്യ നല്ലത് ധരിക്കട്ടെ, എൻ്റെ വീട്ടിൽ നന്നായി എല്ലാവരും ജീവിക്കട്ടെ, അപ്പം ഞാൻ എനിക്ക് വേണ്ടി എൻ്റേതായിട്ടുള്ള എല്ലാം ഞാൻ ത്യജിച്ചിട്ടേ ഉള്ളൂ. ഒരു കടയിൽ കയറിയിട്ട് ഒരു ക്യാൻറ്റീനിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ചൂടുള്ള ഭക്ഷണം കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയാൽ എനിക്ക് വിറയലാണ്, ഭക്ഷണം കണ്ടിട്ടുള്ള ആർത്തി കൊണ്ടല്ല. ആ ഭക്ഷണത്തിൻ്റെ പൈസ കൂടി കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ മോനെ പഠിപ്പിക്കാനുള്ള പൈസ കുറയാണല്ലോ എന്നുള്ള സങ്കടമാണ് സുധി. നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി അച്ഛൻ അങ്ങനെയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരച്ഛൻ്റെ രോദനവും വേദനയും, അതായത് ആ അച്ഛനെ മറ്റുള്ളവരുടെ മുമ്പിൽ വില കുറച്ച് കാണുന്ന എത്ര വലിയ ബിസിനസ് മാഗ്നറ്റായിട്ടുള്ള മകനാണെങ്കിൽ അവനെ പൊറുക്കാൻ പറ്റുമോ? കൂട്ടുകാരെ, ഇങ്ങനെ ഒരു ഭയങ്കര സങ്കടമായിട്ടുള്ള എപ്പിസോഡിലാണ് കേട്ടോ ഇന്നത്തെ ചെമ്പനീർപ്പൂ അവസാനിക്കുന്ന. ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ഭാഗമാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂ അവസാനിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ആകെ തരിച്ച് നിൽക്കുകയാണ് രേവതി സച്ചി. ആ അച്ഛൻ്റെ വേദന ഉൾക്കൊള്ളുന്ന 2 മക്കളാണ് അവരിത് കേട്ടിട്ട് ആകെ തരിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കൂട്ടുകാരെ, ഇന്നത്തെ ആ ഒരു എപ്പിസോഡിലാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂ അവസാനിക്കുന്ന. ഒരുപാട് വേദനയുള്ള ഒരു എപ്പിസോഡാണ്. ഇപ്പം സുധിക്ക് ഇത്രയും പൈസ എവിടെ നിന്നൊക്കെ നമുക്ക് അറിയാം, കാരണം മുന്നത്തെ ഒരു എപ്പിസോഡിൽ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലൂ തന്നിട്ടുണ്ടല്ലോ അല്ലേ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ എൻ്റെ മനസ്സിലൊരു കണക്കൂട്ടല്ല, എവിടെ നിന്നാണ് സുധിക്ക് ഈ പൈസ എന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ സുധിക്ക് എവിടെ നിന്നാണ് ഈ പൈസ കിട്ടിയെന്ന്? ഊഹിക്കാൻ പറ്റുന്ന ഒരു കമൻറ്റ് ഇടണേ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ മനോഹരമായൊരു ക്ലൈമാക്സ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.